ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇവിടെ ആരായിരുന്നു? ഐഷ പോറ്റിയായിരുന്നു ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ. മറ്റൊരു കാര്യം ഉമ്മൻചാണ്ടിയുടെ തറക്കല്ല് കേരളം മൊത്തം കിടക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ BJP. പെൻഷൻ പോലും കൊടുത്തില്ല. 18 മാസം മുടക്കുണ്ടായിരുന്നു. നിങ്ങളുടെ തോമസ് ഐസക് പോലും സമ്മതിച്ചൊരു കേസ് കേട്ടാ. 18 മാസം പെൻഷൻ മുടക്കിയവരാ ഇവര്. ഈ രണ്ടും നിക്കട്ടെ. ഇവരെ 20,000 BJP വരട്ടെ. വന്നിട്ട് എന്തുവാ ഐഷ പോറ്റി വൻപിച്ച ഭൂരിപക്ഷത്തോടു 20,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടി ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വിജയിച്ചിരിക്കും. അടിയൊഴുക്ക് നടക്കുന്നു. നമുക്ക് നല്ല ഉറപ്പുണ്ട്. ഐഷ പോറ്റി മലർപ്പടിക്കാരന്റെ സ്വപ്നം ഈ ചേട്ടൻ പറഞ്ഞു. മലർപ്പടിക്കാരന്റെ ഇവിടെ അങ്ങനെ വന്ന സമയത്ത് ഈ പറയുന്ന ഒരു പ്രാവശ്യം LDF മുന്നണി വരും, അടുത്ത പ്രാവശ്യം കോൺഗ്രസിന്റെ വരും. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇപ്രാവശ്യം BJP വരണമെന്നാണ് ഇപ്പൊ ജനങ്ങളുടെ എല്ലാം ആവശ്യം. കാരണം ജനങ്ങളുടെ ആവശ്യത്തോട് കൂടി തന്നെ പുള്ളി ഐഷ പോറ്റിക്ക് വോട്ട് പുള്ളി ഐഷ പോറ്റിയുടെ ആളാണ്. പറയുമ്പോ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഐഷ പോറ്റിക്ക് വോട്ട് നടക്കാനൊക്കത്തില്ല. ഒന്നും നടക്കത്തില്ല. നമുക്ക് ഉത്തരേന്ത്യ രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ 3000 രൂപ പെൻഷൻ തരുമ്പോ ആ പെൻഷൻ മേടിച്ചിട്ട് 1/2 കിലോ ബീഫ് മേടിച്ച ആ ബീഫിന്റെ പേര് തല്ലിക്കൊല്ലുന്നവരാ BJP-ക്കാർ. ഇവിടെ ഞാൻ പറയാം, കേരളത്തിൽ ബീഫിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇവരെല്ലാം ബീഫ് ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ കേരളത്തിൽ ബീഫ് കഴിക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരളം തയ്യാറാവില്ല. ഒരു കാര്യം വളരെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കൊട്ടാരക്കര ആരും പറഞ്ഞിട്ടില്ല അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഒരാളും പറഞ്ഞിട്ടില്ല കേരളത്തിൽ